ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീട് പൂട്ടി രാവിലെ ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം 6:30 മണിയായിട്ടുള്ളൂ. ഒരു ചെറിയ യാത്ര, ഒരു 45 കിലോമീറ്റർ ട്രിവാൻഡ്രത്ത് നിന്ന് പോവാണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡർ ആ ഭാഗത്തേക്ക് പോകും. അതായത് തിരുവട്ടാറിനും ഒക്കെ അടുത്താണ്. അവിടെ നിന്ന് കുറച്ചുകൂടി പോകണം ആ ഒരു ഭാഗത്ത്. അതായത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പഴയ രാജാക്കന്മാരുടെ കാലത്തിന് ആ ഒരു പീരീഡിലൊക്കെ ഉള്ളൊരു ക്ഷേത്രം, അതായത് പാർത്ഥസാരഥി ക്ഷേത്രം. അവിടെ കാണിക്ക വഞ്ചിയൊന്നും ഇല്ലാത്ത ക്ഷേത്രമാണ്. ഒരു പൗരാണികമായ ക്ഷേത്രത്തിൽ പോകുന്നൊരു ഫീലാണ് അവിടെ പോകുമ്പോൾ. ഞാനിതിന് മുന്നേ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ടിനകത്ത് തോന്നുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ അവിടേക്ക് പോകുന്നു. അപ്പോൾ എനിക്കിത് നമ്മുടെ ട്രാവൽ വ്ളോഗ്സിൽ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അതിനടുത്ത് തിരുവട്ടാറൊക്കെ പോയി കുറച്ച് ഭക്ഷണ വിശേഷങ്ങളെല്ലാം കണ്ടിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. രാവിലെ ഇറങ്ങുകയാണ്. അങ്ങനെ പാർത്ഥിവപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞ്, പാർത്ഥിവപുരം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇത് തമിഴ്നാടാണ്. അത് ബോർഡറാണ് ശരിക്കും. കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് കയറുന്ന ആ ഭാഗമാണ്. കുളച്ചിലൊക്കെ ഇതിനടുത്താണ്. ഇതൊരു പഴയ പൗരാണിക ക്ഷേത്രം. അങ്ങനെ പ്രസിദ്ധമായ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ ക്ഷേത്രത്തിനകത്ത് ഞാൻ വന്നിട്ട് ഏകദേശം ഒരു 10 വർഷം മുന്നെയാണ്. നമ്മുടെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് വരുന്നത്. വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. പാർത്ഥിവപുരം പാർത്ഥസാരഥി ക്ഷേത്രം എന്നാണ് പറയുന്നത്. 9-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ വിഷ്ണുവിനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണിത്. അതായത് 9-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. രാജാക്കന്മാരുടെ കാലത്താണെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം ഒരു 2.5 ഏക്കർ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. 2.5 ഏക്കറിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഹുസൂർ ഫലകങ്ങളിൽ നിന്നും കണ്ടെടുത്ത ഒരുപാട് രേഖകൾ, അത് വിപുലമായ രേഖകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധേയമായി മാറി ഈ ക്ഷേത്രം. ഈ ഫലകങ്ങളിലാണെങ്കിൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, നിർമ്മിച്ചതിൻ്റെ കഥകളും അത് ആരാണ് ചെയ്തതെന്നും അതിൻ്റെ ഓരോ ചിട്ടകളും കാര്യങ്ങളും ഒക്കെ അതിൽ പല പല ഇൻഫർമേഷൻസാണ് ആ ലിഖിതങ്ങളിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ലിഖിതങ്ങൾ എന്ന് പറയുമ്പോൾ പലതരം ഇൻസ്ക്രിപ്ഷൻസാണ്. ഹുസൂർ ലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്നത് രാജാവായ കരുണന്തടക്കനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ്. അതായത് 869 9th സെഞ്ച്വറി AD ഇതിൻ്റെ പണി നടക്കുന്നത്. ഹുസൂർ ലിഖിതത്തിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമായിരുന്നു. അതായത് വിഷ്ണു ഭട്ടാരകർ എന്ന ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും സ്ഥലത്തിൻ്റെ പേര് പാർത്ഥിവശേഖരപുരം എന്നും ഒക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഇത് തന്നെയാണ്, ഈ ക്ഷേത്രത്തിനെ കുറിച്ച് തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്രം ഇരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ധാരാളം കൃഷിഭൂമിയുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. ഇത് കൃഷിസ്ഥലങ്ങളായിരുന്നു. ഇതിന് പഴയ പേരെന്ന് പറയുന്നത് ഉലക്കുടി വിളൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഭൂമി യഥാർത്ഥത്തിൽ മുഞ്ചിറയിലെ സഭായിയുടെ വകയായിരുന്നു. അത് മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് ഭൂമി നൽകിയിട്ട് പകരം നൽകിയിട്ടാണ് രാജാവ് ഈ സ്ഥലം ഏറ്റെടുത്തത്. എന്നിട്ടാണ് ഈ ക്ഷേത്രമൊക്കെ പണിതത്. രാജാവായ കരുണന്തടക്കൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 9ാമത്തെ ഭരണവർഷത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത്, വിഷ്ണു പ്രതിഷ്ഠ നടത്തിയത്. രാജാവ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ വേദപഠനത്തിനായിട്ട് ഒരു വിദ്യാലയവും കൂടി സ്ഥാപിച്ചതായിട്ട് ഈ ലിഖിതങ്ങളിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. വെറുതെ ഒരു സ്കൂള് മാത്രമല്ല, അതോടൊപ്പം ഒരു ബോർഡിംഗ് സ്കൂള് പോലെയാണ് അത് നിർമ്മിച്ചിരുന്നത്. അങ്ങനെ ഒരു സ്ഥാപനവും കൂടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഹുസൂർ ഫലകങ്ങൾ എന്ന് പറഞ്ഞ ചെമ്പ് ഫലകങ്ങൾ, അപ്പോൾ കോപ്പർ ഇൻസ്ക്രിപ്ഷൻസ് ആണ്, കോപ്പർ പ്ലേറ്റ്സിലുള്ള ആ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം, അത് എങ്ങനെയാണ് നിർമ്മിച്ചത്, അതിൻ്റെ ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണിത് നിർമ്മിച്ചത്, പിന്നെ ഇതിൻ്റെ വ്യാപ്തി എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള വിശദമായ വിവരണം എല്ലാം തന്നെ ഈ ചെമ്പ് ലിഖിതങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർത്ഥിവപുരത്തെ പാർത്ഥസാരഥി ക്ഷേത്രം വളരെ ശ്രദ്ധേയമായത്. ഈ ഫലകങ്ങളൊക്കെ ഒരു സമയത്ത് അലമാരയിൽ വെറുതെ അടുക്കി വയ്ക്കുകയും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇത് അവഗണിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് പിൽക്കാലത്ത് ഇത് കണ്ടെത്തുകയും വിവർത്തനം ചെയ്ത് അവയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് പണ്ഡിത പ്രേക്ഷകർക്കായിട്ട് ഇതെല്ലാം പ്രസിദ്ധീകരിച്ചത്. ചെമ്പ് ഫലകങ്ങളിൽ 5 മാത്രമേ നിലനിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇരുവശത്തും ഒരു കോപ്പർ പ്ലേറ്റ്, അതിൻ്റെ 2 സൈഡിലായിട്ടും ആലേഖനം ചെയ്തിട്ടുണ്ട് ഇൻസ്ക്രിപ്ഷൻസ്. അതിൽ കൂടുതലും ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന ലിപികളും ഒക്കെ തമിഴാണ്.
പിന്നെ കുറച്ച് എന്താ പറയുക സംസ്കൃതവും തമിഴും ഒക്കെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ് മനസ്സിലാക്കിയത് മിഞ്ചിറയിലെ ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന ഈ ഒരു സ്ഥലം ഏകദേശം ഇതിൻ്റെ ചുറ്റളവിലുള്ള ഈ പ്രദേശമെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു 2 കിലോമീറ്ററോളം കർഷക സമൂഹത്തിൻ്റെ കയ്യിലായിരുന്നു എന്നും അവിടെ നിന്നും ഈ ക്ഷേത്രത്തിനും ഈ ഒരു ബോർഡിംഗ് സ്കൂളിനും ഒക്കെ ആയിട്ട്, അതായത് വേദപഠന സ്കൂളിനും വേണ്ടിയിട്ട് രാജാവ് ഇങ്ങനെ ഭൂമി അവരുടെ നിന്ന് കൈമാറ്റം ചെയ്ത് വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ നിന്നാണ് പിന്നെ ഇതൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 95ഓളം വിദ്യാർത്ഥികൾ, സത്താറുകൾ എന്നാണ് പറയുക, അവരും ഇവിടെ വന്നു പഠിക്കാനായിട്ട്. ബോർഡിംഗ് സ്കൂൾ പോലെ ക്ഷേത്രവും സാലേ, അതാണ് പറയുന്നത് ബോർഡിംഗ് സ്കൂൾ, അങ്ങനെ നിർമ്മിക്കപ്പെട്ടു. അവിടെ ഈ 95 സ്റ്റുഡൻസ് താമസിച്ച് പഠിക്കുകയായിരുന്നു. വേദപഠനം എന്നാണ് ഈ രേഖകളൊക്കെ സൂചിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ ഇൻസ്ക്രിപ്ഷൻസ്, കോപ്പർ പ്ലേറ്റിലുള്ള ഇൻസ്ക്രിപ്ഷൻസിൽ പറയുന്നുണ്ട് ഇവിടെ പവിത്രമായ നിത്യവിളക്ക് രാജാവ് കൊടുത്തിരുന്നുവെന്നും, അതുപോലെ തോട്ടക്കാരൻ, ക്ഷേത്ര സംഗീതജ്ഞർ, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും, ഇവിടുത്തെ പൂന്തോട്ടമൊക്കെ പരിപാലിക്കാനൊക്കെ ഇവിടെ ചുറ്റോട് ചുറ്റും നല്ല പൂന്തോട്ടമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ ക്ഷേത്രവും സ്കൂളും ഇതെല്ലാം പരിപാലിക്കാനായിട്ട് ക്ഷേത്ര സേവകരെയൊക്കെ അതായത് രാജാവിൻ്റെ തന്നെ ചിലവിൽ നിയോഗിച്ചിരുന്നുവെന്നും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോപ്പർ ഇൻസ്ക്രിപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളൊരു നദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രതിമയെ കുളിപ്പിക്കുന്നതിനായിട്ട് രഥഘോഷയാത്രയിൽ പൈങ്കുനി മാസത്തിൽ ഇങ്ങനെ ആഘോഷമായിട്ട് പോകണമെന്നും 7 ദിവസത്തോളം ഇതൊരു ഉത്സവമായിട്ട് കൊണ്ടാടണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല, ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുന്നേ, അതായത് 9-ാം നൂറ്റാണ്ട് കാലത്തൊക്കെ ഇങ്ങനൊരു വേദവിദ്യാലയം ക്ഷേത്രവുമായി അനുബന്ധിച്ച് ഇത്രയും ഒരു വിസ്തൃതിയിൽ ഉണ്ടാക്കിയിരുന്നുവെന്നും ഇവിടെ ഒരു ഹോസ്റ്റൽ സംവിധാനം പോലെയും അതുപോലെ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഈ വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന് ലിഖിതങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതൊരു ഭയങ്കര സംഭവമല്ലേ സത്യം പറഞ്ഞാൽ. വളരെ വളരെ ഇൻഫോർമേറ്റീവായിരുന്നു. ഭയങ്കര ഒരു ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ അങ്ങനെ അറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു കോപ്പർ ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം കിട്ടിയത് കൊണ്ട് മാത്രം അറിയാൻ സാധിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷനും ആ കാര്യങ്ങളും എല്ലാം തന്നെ ഇതുപോലെ കോപ്പർ ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ക്ഷേത്രവാസ്തുവിദ്യ ഹിന്ദു ക്ഷേത്രവാസ്തുവിദ്യയുടെ ത്രിതല വിമാനത്തെ ചിത്രീകരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. അതായത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും, അത് കഴിഞ്ഞ് മുകളിലെ കിരീടം, ഇതെല്ലാം തന്നെ ലോഹ കലശത്തോടു കൂടിയ ഒരു ചതുരാകൃതിയിലുള്ള ഒരു പ്ലാനാണ് ഇതിനുണ്ടായിരുന്നതെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. പ്രധാന ക്ഷേത്രം പടിഞ്ഞാറോട്ടാണ് തുറക്കുന്നത്. അതേസമയം പ്രധാന ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടുള്ള വളപ്പിലെ ചെറിയ ശ്രീകോവിലുകൾ പടിഞ്ഞാറും തെക്കും വടക്കും ഒക്കെ തുറക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളിലെല്ലാം കാണപ്പെടുന്ന കൂതങ്ങൾ, പഞ്ചരങ്ങൾ, ശാലകൾ തുടങ്ങിയ വാസ്തുവിദ്യാ സവിശേഷതകളും എല്ലാം തന്നെ ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ശ്രീകോവിലിന് മുകളിലുള്ള 2ാമത്തെ താലത്തിൽ 4 ദേവതകൾ ഉൾപ്പെടുന്നുണ്ട്. വടക്ക് വശത്ത് ബ്രഹ്മാവ്, കിഴക്ക് ഇന്ദ്രൻ, തെക്ക് വശത്ത് ദക്ഷിണാമൂർത്തി. ഹിന്ദു ക്ഷേത്രങ്ങളിൽ സാധാരണ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് എല്ലാം. പടിഞ്ഞാറ് നരസിംഹം. ശ്രീകോവിലിൻ്റെ പ്ലാറ്റ്ഫോം ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വാർത്തെടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്ര ചുവരുകളെല്ലാം തന്നെ ലാറ്ററൈറ്റ് ബ്ലോക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ കാലക്രമേണ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് ചെറിയ കുമ്മായ പ്രയോഗമൊക്കെ കാലക്രമേണ ഉണ്ടായ മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ ഇത് ഏറ്റവും പഴയ കാലത്ത് എങ്ങനെയിരുന്നോ അതുപോലെ തന്നെയാണ് ചില ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. ഈ പുനരുദ്ധാരണങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിലെ മിക്കയിടങ്ങളിലും സാധാരണയായിട്ട് കാണപ്പെടുന്ന യഥാർത്ഥ ക്ഷേത്രത്തിൻ്റെ ഒരു ക്ലാസിക്കൽ ആ ഒരു പാറ്റേൺ, വിമാന വാസ്തുവിദ്യയൊക്കെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല. കുറേ നമുക്ക് ആ ഒരു പൗരാണികത ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയില്ലേ, ടോട്ടലായിട്ട് നോക്കുമ്പോൾ ആ ഒരു പൗരാണികമായ ക്ഷേത്രത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രധാന പ്രതിഷ്ഠ ഇരിക്കുന്ന ശ്രീകോവിലും അനുബന്ധമായിട്ടുള്ള ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു പോണ പ്രദേശത്തെല്ലാം തന്നെ ഉപദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ കാണാം. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളിൽ കൃഷ്ണൻ, ശിവഭഗവാൻ, ഭഗവതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ് ഇവരെല്ലാവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശിവഭഗവാനും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റോട് ചുറ്റും. ഇത് ടോട്ടലായിട്ട് 2.5 ഏക്കറോളം വിസ്തൃതി ഉണ്ടെന്നാണ് പറഞ്ഞത്. ക്ഷേത്രം നിൽക്കുന്ന ഈ ഒരു കോമ്പൗണ്ടും എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ ക്ഷേത്രത്തിനെ വലം വെച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ എനിക്ക് മാത്രമല്ല, ഇവിടെ ആര് വന്നാലും നമുക്ക് ആ ഒരു പഴമയിലേക്ക് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു ഫീലിംഗാണ്. വളരെ രസകരമായ, മനസ്സിന് കുളിർമ നൽകുന്ന, നല്ലൊരു ഭക്തിയോടുകൂടി തന്നെ നമുക്ക്
പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണിത്. വലിയ തിക്കും തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഇങ്ങനെ നമുക്ക് ഈ ക്ഷേത്ര കോമ്പൗണ്ടിലൂടെ അങ്ങനെ നടന്ന് ഇങ്ങനെ പോകാൻ സാധിക്കും. ചെറിയ ചെറിയ ഉപദൈവങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളും ഒക്കെ പ്രാർത്ഥിച്ച് തന്നെയാണ് നമ്മൾ പോകുന്നത്. വാസ്തുവിദ്യയുടെ ഏറ്റവും ഉദാത്തമായൊരു മാതൃക പോലെ ഇവിടെ ഒരു ത്രിതല വിമാന സംവിധാനത്തിൽ തന്നെ ഒരു സ്ക്വയർ പ്ലാനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അധിഷ്ഠാനം മുതൽ ശിഖരം വരെ ചതുരാകൃതിയിലുള്ളൊരു പ്ലാൻ, അതാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. അത് നമുക്കിങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഇതെല്ലാം കണ്ടുപോകാം. സത്യത്തിൽ ഈ പ്രധാന ശ്രീകോവിലിനും കോമ്പൗണ്ടിൻ്റെയും ഇടയിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ശ്രീകോവിലുകളൊക്കെ നമുക്ക് കാണാമല്ലോ. ഞാനിങ്ങനെ നടന്നു പോകുന്ന വഴികളെല്ലാം അതിലൂടെയാണ് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. ഈ തുറന്നൊരു പ്രദക്ഷിണ പാതയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു ചോള ശൈലിയിലുള്ള ഒരു നിർമ്മാണ ഒരു രീതിയും കാണാം. ആ ഒരു സ്റ്റൈലും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം പണിതതെങ്കിലും പിൽക്കാലത്ത് വന്ന മാറ്റങ്ങളും ഒരുപാട് രാജാക്കന്മാരുടെ ഉദാത്തമായ സംഭാവനകളും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കണം ഈ ചോള ആർക്കിടെക്ചറൽ സ്റ്റൈലിൻ്റെയും കൂടെ ഒരു ചെറിയൊരു സ്വാധീനവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ചോള സ്വാധീനം ഉണ്ട് എന്ന് പറയുമ്പോഴും ക്ഷേത്ര രൂപകൽപ്പന ആദ്യകാലത്തെ ഒരു കേരള ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യയെ തന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രം തൃശ്ശൂർ സർക്കിളിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ്. അപ്പോൾ ഒരു സംരക്ഷിത സ്മാരകവും സംരക്ഷിതമായിട്ടുള്ള ഒരു ലൈവ് ടെമ്പിൾ, പൂജ നടക്കുന്ന ജീവനുള്ള ഒരു ക്ഷേത്രവും കൂടിയാണിത്. വെറുതെ ഒരു സ്മാരകം പോലെ വെച്ചിരിക്കുന്നതല്ല, പക്ഷെ പരിപാലിക്കുന്ന ആർക്കിയോളജിക്കൽ സൈറ്റും കൂടിയാണ്. ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നടക്കുമ്പോഴും ഓരോ ഉപദൈവങ്ങളുടെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചപ്പോഴും അല്ല, മനസ്സിന് എന്തൊരു കുളിർമയാണെന്നറിയോ. ഇത്രയും അടുത്ത് തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്നൊരു സ്ഥലം. ഇവിടെ വന്നിട്ട് ഇത്രയും പൗരാണികമായ ക്ഷേത്രം അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലവും അങ്ങനെ ഒരു വളരെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ രാവിലത്തെ നല്ലൊരു വൈബിലാണ് ഞാനിവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പാർത്ഥിവപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും പൗരാണികതയും ഒക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോവാണ്. കയറി വരുന്ന ആ എൻട്രൻസ് പോലെ ഇതുവഴി തന്നെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. പിന്നെ സൈഡിലൂടെ ഒരു എൻട്രൻസ് ഉണ്ട്, വേണമെങ്കിൽ അതുവഴിയും പോകാൻ പറ്റും. പാർത്ഥിവപുരം, അതാണ് ഈ സ്ഥലം. ഓക്കെ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റാണ് ഇത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനുണ്ട്. സ്റ്റോണിലാണ് ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊരു കൃഷ്ണ ക്ഷേത്രമാണ്, മഹാവിഷ്ണുവിൻ്റെ. പാർത്ഥസാരഥി ആൻഡ് കൃഷ്ണ ടെമ്പിൾ, പാർത്ഥിവപുരം. അങ്ങനെ നല്ലൊരു പോസിറ്റീവ് ഡേ ആയിട്ട് തുടങ്ങി. ഭയങ്കര പോസിറ്റിവിറ്റി അല്ലേ നമ്മളൊരു ഏതെങ്കിലും ഒരു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, ആരാധനാലയത്തിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ പള്ളിയിൽ പോവുകയാണെങ്കിൽ എവിടെ പോയാലും നമുക്കൊരു പോസിറ്റിവിറ്റിയാണ്. ഇതിപ്പോൾ നമ്മൾ ടെമ്പിളിൽ പോയി പ്രാർത്ഥിച്ചു, ഇവിടുത്തെ കുറേ ചരിത്രമൊക്കെ മനസ്സിലാക്കി. ഈ റൂട്ട് പോവുകയാണെങ്കിൽ കുളച്ചലും തേങ്ങാപ്പട്ടണവും ഒക്കെ പോകാം. പക്ഷേ അത് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തല്ല വന്നത്. ഇനി അടുത്തത് പോകുന്നത് തിരുവട്ടാർ ഭാഗത്തേക്കാണ്. തിരുവട്ടാർ പോയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തിരുവട്ടാർ ബോളി. ട്രിവാൻഡ്രത്തൊക്കെ ബോളി വളരെ പോപ്പുലർ ആകുന്നതിന് മുന്നേ ഈ ഭാഗമെല്ലാം എന്താ പറയുക, തിരുവിതാംകൂറിൻ്റെ കീഴിൽ ഉള്ള സമയം. അതൊരു നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു പല സ്ഥലങ്ങളും. അതിങ്ങനെ ഇപ്പോൾ തമിഴ്നാടിൻ്റെ. അപ്പോൾ ആ സമയത്ത് ബോളിയുടെയൊക്കെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു തിരുവട്ടാർ ഭാഗത്താണ്. ഇതിപ്പോൾ തിരുവട്ടാറിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ഇപ്പുറമാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇനി തിരുവട്ടാറിലേക്ക് പോകാം. ഇത് അവിടെ നിന്ന് നമ്മൾ ഓൺ ദ വേ ആണ്. ഇവിടുന്ന് മുന്നോട്ടാണ് ഒരു 15 കിലോമീറ്റർ കൊണ്ട് തിരുവട്ടാറത്തെ. ഓൺ ദ വേ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ദേവാലയത്തിന്റെ ഫ്രണ്ടിലേക്കാണ്. ഇത് മുഞ്ചിറ പുതുക്കടൈ പുനീത ആരോഗ്യമാതാ ചേർച്ചാണ്. മുഞ്ചിറ പുതുക്കടൈ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. ഈ പള്ളിയുടെ മുന്നിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പള്ളിയിലും കയറി പ്രാർത്ഥിച്ചു.
അപ്പോൾ നല്ലൊരു ദിവസം തന്നെയാണ് ഇന്ന്, പോസിറ്റിവിറ്റിയുടെ ഒരു ദിവസം. നമ്മൾ തിരുവട്ടാർ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ബാക്കിലായിട്ടാണ് ബോളി പോറ്റിയുടെ വീടെന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ബോളി പോറ്റി വളരെ ഫേമസ് ആണ്. 100 വർഷങ്ങൾക്ക് മുന്നേ തന്നെ. ഇപ്പോഴത്തെ പോറ്റിയുടെ അപ്പൂപ്പൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ഈ ഒരു ബോളി എന്ന് പറയുന്ന സംഭവം. ചെറിയൊരു വഴിയാണ്. ഇതുവഴി നടന്നിട്ട് അങ്ങോട്ട് കയറുമ്പോൾ അവരുടെ വീട്. അപ്പോൾ എന്നോടൊപ്പം ഒരു ആൾ കൂടിയുണ്ട്. അതായത് ശ്രീ പ്രേം മോഹൻ. അദ്ദേഹം ശാരദാ മിഷൻ ഹോമിയോ കോളേജ് അവിടുത്തെ ആളാണ്. അവിടുത്തെ ഓൾ ഇൻ ഓളാണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോമിയോ കോളേജിൽ. അന്ന് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വന്നതാണ് കോളേജിൽ നിന്ന്. ഈ ബോളി പോറ്റിയുടെ വീടും കാര്യങ്ങളും പുള്ളിയാണ് എനിക്ക് അതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി കാര്യങ്ങൾ, വഴിയെല്ലാം കൃത്യമായിട്ട്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ടെമ്പിളാണ് അല്ലേ? ആ ടെമ്പിളിൻ്റെ ബാക്കിലായിട്ടാണ്. ഇവിടെ എല്ലാ അമ്പലങ്ങളാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഒരു അല്ലേ മണി. ഓക്കെ. നമ്മുടെ തിരുവട്ടാർ മെയിൻ ക്ഷേത്രം ഏത് ഭാഗത്തായിട്ട് വരും? ആദികേശം അപ്പുറത്തെ സൈഡ്. അപ്പം അതിൻ്റെ ബാക്കിലായിട്ട് വരും അല്ലേ ബോളിപ്പൂറ്റിയുടെ? നല്ലൊരു ഗ്രാമം പോലെ തോന്നുന്നു. ഒരു അഗ്രഹാരം പേര് അല്ല, എന്ത് നല്ല ഭംഗിയാ. ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്താ? ശിവൻകോവില. പേരില്ല, അല്ലാതെ പേരില്ല. ഇതൊരു ശിവൻകോവിലാന്നാ പറഞ്ഞത്. നല്ല രസമുള്ളൊരു അല്ലേ ശിവൻകോവിൽ കൊള്ളാം. നല്ലൊരു ആംബിയൻസ്. ഇവിടെ അനന്തശയനത്തിൻ്റെ ഒരു ഇത് കാണുന്നു. മഹാവിഷ്ണുവിൻ്റെ ആണെന്ന് തോന്നുന്നു. അറിയായിരിക്കും സ്വാമിക്ക്. ഇതൊക്കെ പഴയ മറ്റേ അഗ്രഹാരം ആണല്ലേ? ഓഹോ, അങ്ങനെയായിരുന്നു. പക്ഷെ ഇതല്ലേ ഇപ്പം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത്, ആരുമില്ല അല്ലേ? ഇതാണോ? ഓക്കെ ഓക്കെ. കൊലുവൊക്കെ വെച്ചാ ഇപ്പോൾ പൂജയുടെ സമയമായതുകൊണ്ട് വീട്ടിൽ കൊലുവൊക്കെ വെച്ചിട്ടുണ്ട്. കോലം ഒരു ബ്രാഹ്മിൻ ഹൗസിൽ കയറുന്നവരാണ് കോലമൊക്കെ വരച്ചത്. പോറ്റിമാരാണേ. ഓക്കെ, അമ്മയാണ്. ഓക്കെ ഓക്കെ. നമസ്കാരം. നമസ്തേ. ഇതാണ് അച്ഛൻ പോറ്റിയാണ്, മകൻ പോറ്റി. നമസ്കാരം. അമ്മ. ഓക്കെ. നമസ്കാരം. ഓഹോ, കൊലുവൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? പൂജയുടെ സമയമായതുകൊണ്ട് നവരാത്രി. അപ്പം ഞാൻ അച്ഛൻ പോറ്റിയോട് തന്നെ ചോദിക്കുകയാണ്. മോർ ദാൻ 100 years അല്ലേ ഈ ബോളി എന്ന് പറയുന്ന ഇത്? അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു തിരുവട്ടാറല്ല. അപ്പം അച്ഛൻ ആ സമയത്ത് ഉടുപ്പിന്ന് വന്നതാണോ? അതിൻ്റെ ആ ഒരു ജനറേഷൻസ് ബാക്ക് പൂജയുമായി ബന്ധപ്പെട്ട് അപ്പം തിരുവട്ടാർ ക്ഷേത്രം. ഓക്കെ. അപ്പം ഈ ബോളി എന്നുള്ളൊരു ആശയം അത് അവിടെ നിന്ന് വന്നതാണ് അപ്പം അല്ലേ? ഓക്കെ. അങ്ങനെ തുടങ്ങി. അപ്പൊ അടുത്ത ജനറേഷൻ. ഓ ഓക്കെ. വീടുകളിൽ പോയി ചെയ്തു. ആ കാലത്ത് വീടുകളിലാണ് അന്ന് കല്യാണമൊക്കെ നടക്കുന്നത്. പേരെല്ലാം കിട്ടിയിട്ട് അച്ഛനും പോയി മണ്ഡപമായി എനിക്ക് അമ്പലത്തിലും പോകണം. അതെ, വീട്ടിൽ വെച്ച് ചെയ്തു കൊടുത്തു. അപ്പൊ ഇതിപ്പോ 3rd generation ആണ് ഇതിപ്പോ ഈ മേഖലയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ എന്റെ അറിവില് അതെ. നിങ്ങളുടെ ഫാമിലി, ഈ ഫാമിലി ചേരാന്മാരുണ്ടോ? നെവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അനന്തരവരല്ല. ഓക്കെ. പക്ഷെ ട്രിവാൻഡ്രത്തേക്കൊക്കെ ഇത് വന്നത് അപ്പൊ ഇവിടെ നിന്ന് തന്നെയാണല്ലേ ഈ റൂട്ട്? ആദ്യമൊക്കെ ബാക്കി സാധനങ്ങള് കാറ്ററിംഗ് കൊടുക്കും. ബോളി ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇപ്പോഴും കുറെ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ബോളി ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കി ട്രിവാൻഡ്രത്തെ മണ്ഡപത്തിൽ എത്തിച്ചു കൊടുക്കും. പക്ഷെ അല്ലാണ്ട് തന്നെ ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് കിട്ടിയ ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലേ അവിടെ വന്നിട്ട് പിന്നെ ബോളിയൊക്കെ ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ കുറച്ച് പേര് ബ്രാഹ്മിൻസ് കുറെ പേര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കോട്ടയ്ക്ക മുഴുവൻ ഇപ്പൊ ആ ഒരു ഏരിയ ആണ് ബോളി. ഞാൻ താമസിക്കുന്ന കോട്ടയ്ക്കകത്താണ് കേട്ടോ. അപ്പൊ അത് ആ ഒരു ബോളിയുടെ ഒരു സെന്ററിലാണ് നമ്മള്.
അപ്പോൾ ഇവിടെ വന്ന് ശരിക്കും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഉടുപ്പി പാർട്ടികൾ മാക്സിമം ബോളി അറിയാം. അറിയാം. ഉടുപ്പിയിൽ നിന്ന് വന്ന ആൾക്കാർക്കാണെങ്കിൽ അയാളും നമ്മുടെ ആള് ഏതാണ്? ശാസ്ത സ്വീറ്റ്. ശാസ്ത. ഓക്കെ, ശാസ്ത. പഴയ സ്വീറ്റ് ലാൻഡോ പണ്ടത്തെ അവരും അറിയുന്ന ആൾക്കാർ. ഇപ്പൊ മഹാബോളി ഉണ്ട്. ഇപ്പോൾ അവരും തുടങ്ങി. ഇപ്പൊ ബോളി എന്ന് പറയുന്നത് നമ്മുടെ സിനോണിമസ് വിത്ത് ട്രിവാൻഡ്രം ആണ്. ഇങ്ങനെ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബോളിയും പാൽപ്പായസം എന്ന് പറയും. നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്. പണ്ട് അത്ര അല്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരുപാട് യൂട്യൂബും റീൽസും ഒക്കെ കണ്ടിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് എന്തായാലും ഒത്തൻറ്റിക് ആയിട്ടുള്ള ബോളി ഉണ്ടാക്കുന്നത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ ഓർഡർ അനുസരിച്ച് ഇഷ്ടംപോലെ ഓർഡേഴ്സ് ഉണ്ട്. അങ്ങനെ വർക്ക് നടക്കുകയാണ്. അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഇടയിലാണ് ഞാൻ വന്ന് കയറിയത്. എന്തായാലും നമുക്ക് കൊണ്ടത് കാണാം. ഓക്കെ, സന്തോഷം. ഇപ്പോൾ കാണാം. താങ്ക് യു. ബോളി, ലഡു, മൈസൂർ പാക്ക് ചെയ്യുമോ? എല്ലാ സ്വീറ്റ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓ അത് ശരി. അരവണയൊക്കെ ഉണ്ട് അല്ലേ? ഓ എല്ലാ ഓർഡേഴ്സും. പൂജയുടെ. ഓ അത് ശരി. ഓക്കെ, ഇതെല്ലാം ഇവിടെ പറഞ്ഞാൽ ഓർഡർ ചെയ്താൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫോൺ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേ. അപ്പം സ്വീറ്റ്സ് ഏത് വേണമെങ്കിലും ഇവിടെ ഓർഡർ ചെയ്താൽ ചെയ്തു തരും. കേസരി, ലഡു, മൈസൂർ പാക്ക്. പക്ഷേ ബോളിയാണ് ഇവരുടെ സ്പെഷ്യൽ. ഓ താങ്ക് യു. പിന്നെ അത് കഴിഞ്ഞിട്ട് അരവണ പായസം ഒക്കെ ഉണ്ട്. പക്ഷെ ഓർഡർ നേരത്തെ തരണം അല്ലേ? എത്ര ദിവസം മുന്നേ പറയണം? കല്യാണത്തിനുള്ളത് 6 മാസത്തിന് മുന്നേ. 6 മാസം മുന്നേ ബുക്ക് ചെയ്യണോ? ഇതിന്റെ പൊന്നു, അപ്പൊ പാടാണ്. നമുക്ക് പാടാണ്. ആ കൂട്ടത്തിൽ അങ്ങ് പറയും. അത്രേ പറ്റുള്ളൂ അല്ലേ? ഭയങ്കര ഹൈ ഡിമാൻഡാണ് ഇവിടെ നിന്ന് ബോളിയൊക്കെ ഉണ്ടാക്കി കിട്ടുക. 6 മാസത്തെ മണ്ഡപം ബുക്ക് ചെയ്യുമ്പോഴേ ബോളിയും കൂടെ ബുക്ക് ചെയ്തോളണം. അപ്പോൾ കേറ്ററിംഗ് ആൾക്കാർ നേരത്തെ പറയും. മെയ് വരെ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞു. ഇത് പ്രസാദം. ഇത് ഇവിടുത്തെ അമ്പലത്തിൽ. ഓ ഇവിടുത്തെ ഇവിടെ പൂജ വെച്ചതിൻ്റെ പ്രസാദമാണ്. മാറ്റും. ഇതിപ്പോൾ എന്തായിരുന്നു? ഉക്കാരയാണോ? ഉക്കാര എന്നുള്ള സ്വീറ്റാണ്. നവരാത്രി ഈ 9 ദിവസവും ഓരോ പലഹാരങ്ങൾ വെച്ചിട്ടാണ് നിവേദ്യം കൊടുക്കുന്നത്. കൊലു വെച്ച വീടുകളിൽ അങ്ങനെയാണ്. ഇത് കടലപ്പരിപ്പിൽ ഉണ്ടാക്കുന്നതാണ്. കടലപ്പരിപ്പ്, ശർക്കര, നെയ്യ്, ശർക്കര, അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ചെറുപയറിലും ചെയ്യാം. അങ്ങനെ പ്രസാദം വഹിക്കാൻ പറ്റി. അപ്പോൾ കിച്ചൺ ഏരിയയിലേക്ക് പോവാണേ, വർക്ക് ഏരിയ. അപ്പോൾ തലയിലൊരു യെസ് താങ്ക് യു. സോ മെനി ലേഡി സ്റ്റാഫ്സ്. ഒക്കെ യൂണിഫോം ഉണ്ടല്ലേ? ഓ കൊള്ളാലോ. പല സ്റ്റേജസ് ആണ്. അതായത് പരിപ്പ് വേവിച്ച് അരച്ച് പഞ്ചസാരയും കടലപ്പരിപ്പും കൂടി അരച്ച് അതെ എല്ലാം ഇട്ട്. ഓക്കെ, പിന്നെ മൈദയുടെ ഒരു കൂട്ടുണ്ടാക്കും. അതൊരു പിന്നെ അരിപ്പൊടി പരത്താനായിട്ട്. പിന്നെ ചുട്ടെടുക്കുന്നു വിത്ത് നെയ്യ്. രാമച്ചത്തിന്റെ പേര് വെച്ചിട്ടുള്ള ബ്രഷാണ്. ഇവിടെ നല്ല കാറ്റും വെളിച്ചം ഒക്കെ ഉണ്ട്. കാര്യം ഇങ്ങനെ നെറ്റൊക്കെ ഇട്ടിട്ട് വലിയൊരു എക്സോസ്റ്റ് വെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ജോലി ചെയ്യുമ്പോൾ ഈ വിറകടുപ്പിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ വലിയ പാടായിരിക്കും. പിന്നെ ഇതെല്ലാം അരയ്ക്കാനായിട്ട് ഗ്രൈൻഡേഴ്സ് ഉണ്ട്. അതെല്ലാം ഇവിടെ ഉണ്ട്. അതെല്ലാം മൂടി വെച്ചിരിക്കുക. ഇപ്പോൾ വലിയ ഗ്രൈൻഡേഴ്സാണ്. ഇതിപ്പോൾ ക്ലോസ് ചെയ്ത് വയ്ക്കുക. കാര്യം എലിയൊന്നും വരാണ്ട് ശല്യപ്പെടുത്താതിരിക്കാനാണ്. പിന്നെ ഇത് വേഗം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞിട്ട് ഊറ്റും കടലപ്പരിപ്പ്. എന്നിട്ട് പഞ്ചസാരയുമായിട്ട് ചേർത്തിട്ട് അളവ് പഞ്ചസാര ചേർത്തിട്ടാണ് അത് വീണ്ടും തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരും ഏകദേശം കുറച്ച്. അത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കും. അപ്പോഴാണ് അത് ഇങ്ങനെ കുഴമ്പ് പോലെ ആയി വരുന്നത്. എന്നിട്ട് ഉരുട്ടി ബോൾ പിടിച്ചിട്ട് ചെയ്യുന്ന ബോളിയുടെ മേക്കിംഗ് പ്രോസസ്സ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നമ്മുടെ LN ബ്ലോഗ്സിൽ. എങ്കിലും ഇവിടുത്തെ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒത്തൻറ്റിക് വേയിൽ തന്നെ കാണാം. ഇപ്പം അതെല്ലാം എടുത്ത് കളയും അല്ലേ? പശുവിന് കൊടുക്കോ? ഓ അത് ശരിയല്ലോ. ഓ അത് ശരി. അതായത് ഈ പരിപ്പ് വേകുന്ന വെള്ളം അത് ഊറ്റി കഴിയുമ്പോൾ അത് പശുവിന് കൊടുക്കാനായിട്ട് തണുപ്പിച്ച് കൊടുക്കും. പശുവിന് കൂടുതൽ പാല് കിട്ടുമെന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതിലൊക്കെ ചേർക്കും, രസത്തിലൊക്കെ ചേർക്കും. ചിലപ്പോൾ ചില ടൈപ്പ് ഓഫ് രസത്തിന് നമ്മൾ പരിപ്പ് വേവിച്ച വെള്ളം ചേർക്കാറുണ്ടല്ലോ. കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും അല്ലേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ. അതെ, ഇതിങ്ങനെ പിറകോട്ടാണല്ലേ. ഓ ബോളി വെക്കാനായിട്ട് പുതിയ അലമാരാസ് എത്തിയിട്ടുണ്ട്, സേഫായിട്ട് വെക്കാൻ. ഓ അച്ചാറുണ്ട് കേട്ടോ. അച്ചാറിൻ്റെ ബിസിനസ് ഉണ്ട് ഇവിടെ. ഓക്കെ, കണ്ണിമാങ്ങ, പിന്നെ എന്തൊക്കെയാ, നാരങ്ങ.
കുപ്പിയിലാക്കി തരുമോ അതോ ഇതിങ്ങനെ കുപ്പിയിലാക്കി എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടിമാങ്ങ, നാരങ്ങ രണ്ടെണ്ണമാണ്. ഓക്കെ, വിനീഗർ ഒഴിക്കാത്തതാണ്. നല്ലെണ്ണയിൽ അങ്ങ് നിറഞ്ഞ് അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ. എണ്ണ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്താലേ വിനീഗറിന്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ, കുറച്ച് ലീക്ക് ആവുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ഇതാണ് പിന്നെ ബോട്ടിൽ ചെയ്ത് വിൽക്കുന്നത്. കുറെ. ഓക്കെ ഓക്കെ, മനസ്സിലായി. തൊണ്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പുളിവറവിന്റെ കൂടെ. ഓക്കെ, അടുപ്പ് കത്തിക്കുമ്പോ. ഓക്കെ, ഇവിടെ എക്സോസ്റ്റ് ഉണ്ട്, എല്ലായിടത്തും എക്സോസ്റ്റ്. കാര്യം ഇന്നിപ്പോൾ ഇച്ചിരി വലിയ തിരക്കില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നല്ലോ. എനിക്കല്ലേ ഈ ഷൂട്ട് ചെയ്യാനൊക്കെ പാടില്ല. ഭയങ്കര ഇവിടെ എല്ലായിടവും ഓക്യുപ്പൈഡ് ആയിരിക്കും. കാര്യം എത്ര ഓർഡേഴ്സ് ഉണ്ടാവും സീസൺ ആകുമ്പോൾ. ഇന്നിപ്പോൾ വേറെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. പക്ഷേ എങ്കിൽ സീസൺ എന്ന് പറയുമ്പോൾ കല്യാണ സീസണൊക്കെ ആകുമ്പോൾ ഒരു ദിവസം 1400 പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ പറ്റില്ല, ഇത്രയും മാൻ പവർ ഉണ്ടെങ്കിൽ പോലും. അതായത് ഈ ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ടേസ്റ്റും ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യണമെങ്കിൽ ഇത് ടോട്ടലി ഹാൻഡ് മെയ്ഡാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കൈകൊണ്ട് തന്നെ പരത്തി, കൈകൊണ്ട് ഉരുട്ടി, കൈകൊണ്ട് ആ ഒരു പ്രോസസ്സ്. ഒരു ദിവസം മാക്സിമം 1400 ചെയ്യാൻ പറ്റുള്ളൂ. മൈദയും കടലപ്പരിപ്പിൻ്റെ അകത്ത് ഇത് പൂർണ്ണം വെക്കുന്നത് കടലപ്പരിപ്പാണ്, അതിൻ്റെ മിക്സ്. ആ മൈദയുടെ വളരെ ചെറിയ കോട്ടിങ് ആയിരിക്കുമല്ലോ അല്ലേ? ചെറിയ കോട്ടിങ്. നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതിലെല്ലാം സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൽ നിന്നാണ് എടുക്കുന്നത്. കടലപ്പരിപ്പ് അളന്നെടുക്കുന്നതും പഞ്ചസാര ആവശ്യാനുസരണം എടുക്കുന്നതും ഒക്കെ ഇങ്ങനെയാണ്. ഇത് നോക്കുക, എല്ലാം ഇത്ര ഇത് മുഴുവൻ പഞ്ചസാര. അത് കുറേ എടുത്ത് തീരാറായി. അടുത്ത സെറ്റ് ഇവിടെ ഫുള്ള് ആക്കി വെച്ചിരിക്കണോ. വലിയ വലിയ എന്താ പറയുക പാത്രങ്ങളിലാണ്. ഇതും പഞ്ചസാര, ഇത് കടലപ്പരിപ്പ്. നല്ല ഹൈ ക്വാളിറ്റി, നല്ല അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വാങ്ങി നേരത്തെ തന്നെ എല്ലാം സൂക്ഷിക്കും. ഇനി ബോളി ആയിക്കഴിഞ്ഞാൽ സൂക്ഷിക്കാനുള്ള അലമാരയും റെഡി. അപ്പോൾ പണ്ടത്തെ അഗ്രഹാരമായിരുന്നു. അതിങ്ങനെ പുറകോട്ടാണല്ലോ വരുന്നത് വീടുകൾ. ഇത് ബാക്കിൽ കുറേ മുറ്റമുണ്ടായിരുന്നു വീടിൻ്റെ ബാക്കിൽ. അതാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ ആക്കി, കിച്ചൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വേഗം ഒരു പരുവമാണ്. ആ പരുവം കഴിഞ്ഞ് ഓവർ കുക്ക്ഡ് ആവാനും പാടില്ല. കറക്റ്റ്. അതെ അതെ, അത് പായസം. ഇത് ഉരുട്ടിയെടുക്കണ്ടേ, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു വേഗമായിരിക്കണം. കറക്റ്റ്. 4ാമത്തെ തലമുറ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇത് സിസ്റ്ററിൻ്റെ മോനാണെന്ന് പറഞ്ഞു. 9th പഠിക്കുകയാണ്. മോൻ്റെ പേരെന്താ? ശൃംഗേഷ്. പോളിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? അതെ അതെ. ഓക്കെ, നെക്സ്റ്റ് ജനറേഷൻ ദ മേക്കിംഗ് ആണ്. അതെ, കടലപ്പരിപ്പിൻ്റെ മിക്സ്, പഞ്ചസാര കടലപ്പരിപ്പ് മിക്സ് റെഡിയാക്കിയത്, അരച്ച് റെഡിയാക്കിയത് ഉരുട്ടി വെക്കുന്നു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കവറിങ്. മൈദ കുഴച്ച് വെച്ചിരിക്കുന്നത് അത് ഇതാണ് മൈദയുടെ കൂട്ട്. കവറിങ് അത് നല്ലെണ്ണയിൽ മുങ്ങി കിടക്കണം. അത് നല്ലോണം ആ ഒരു സോഫ്റ്റ്നെസ് വരുന്നത്. കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകും, ആ രീതിയിലാകും. അപ്പോൾ പരത്തി, അതാണ് ഈസി ആയിട്ട് അവർക്ക്. 1 മണിക്കൂർ മുന്നെങ്കിലും മൈദ കുഴച്ച് ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ച് മുക്കി വെക്കുക. എന്നിട്ട് കണ്ടോ, തൊടുമ്പോൾ തന്നെ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ വരും. അതെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തും. വളരെ ചെറിയ, അതായത് അകത്തുള്ള പൂർണ്ണത്തിനെക്കാട്ടിലും വളരെ ചെറിയ ബോളാണ് നമ്മുടെ മൈദയുടെ ബോൾ. കടലക്കൂട്ടാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അത് ഇതൊരു ലൈറ്റ്, ഒരു തിൻ ലെയറേ ഉണ്ടാവാൻ പാടുള്ളൂ. കവറിങ്, ദാറ്റ്സ് ഓൾ. അതെ, നോക്കിക്കോളൂ. അത് അരിപ്പൊടിയാണ്. അതിലേക്ക് വെച്ചിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എക്സസ് വരുന്നത് മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. എന്നിട്ട് ആ ഒരു അരിയുടെ മുകളിലിങ്ങനെ, അരിപ്പൊടിയുടെ മുകളിലിങ്ങനെ വെച്ചേക്കും. ഇതാ നോക്കിക്കോളൂ, ഒന്നുകൂടി നോക്കൂ. അരിപ്പൊടിയിൽ ഇങ്ങനെ വെച്ചു, അതിൻ്റെ മേളിൽ പൂർണ്ണം എടുത്ത് വെക്കുന്നു. എന്നിട്ട് കയ്യിലേക്ക് വെച്ച് ഒരു കപ്പ് പോലെ ആക്കിയിട്ട് വെച്ചിട്ട് അപ്പോൾ ആ വെളിയിലത്തെ കവറിങ് മേളിലേക്കും കയറും, അകത്തെ ഫില്ലിങ് ഉള്ളിലേക്ക് പോകും. എക്സസ് അങ്ങ് എക്സസ് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റും. യെസ്, കമഴ്ത്തി തന്നെ വെക്കണം അരിപ്പൊടിയിൽ. ഇത് നല്ല തണുത്തിട്ടേ പാക്ക് ചെയ്യുള്ളൂ അല്ലേ? ഓക്കെ. വളരെ തിന്നൊരു കോട്ടിങ്ങേ കൊടുക്കും മാത്രം. നോക്കൂ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ ചൂടായി കിടക്കുന്ന ആ ദോശക്കല്ല് പോലത്തെ കല്ലിലേക്ക് ഇടുന്നു. വിറകടുപ്പിലാണ് ആ കല്ല് ചൂടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അധികം മൂപ്പിക്കില്ല, തിരിച്ചും മറിച്ചും ഇട്ട് നെയ്യ് ഡ്രിസിൽ ചെയ്യുന്ന നോക്കിയാൽ അതാണ് രാമച്ചത്തിൻ്റെ വേര്. അതിങ്ങനെ കുട്ടി കെട്ടി വെച്ചിരിക്കുവാണ്. അത് കമ്പി കൊണ്ടല്ലേ, ചെമ്പ് കമ്പിയിൽ കെട്ടി വെച്ചിരിക്കും. അപ്പോൾ ഒരു സൈഡ് ആകാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് എന്നിട്ടത് തിരിച്ചിടുന്നു. എന്നിട്ട് ആ ഭാഗത്താണ് നെയ്യ് ഇങ്ങനെ തളിക്കുന്നത്. ഇനി തിരിച്ചിടലില്ല, ഇനി രണ്ടായിട്ട് മടക്കി നേരെ ട്രേയിലേക്ക് മാറ്റും. അത്രേ ഉള്ളൂ. പുളിയുടെ വിറകും തൊണ്ടും കൂടെയാണ് ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട്.
നല്ല ചൂട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല, അതായത് ഇത് തനി എന്താ പറയുക, വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ഗ്യാസിലൊന്നുമല്ല. വൈറ്റ് കളർ കാണുന്നത് അരിപ്പൊടിയാണ്, അത് പൂത്തതൊന്നുമല്ല. അത് ചിലർ അതെ ഒരു സൈഡിലാണ് നെയ്യ് തളിക്കുന്നത്, മടക്കി കഴിയുമ്പോൾ ആ വൈറ്റ് കളർ ഇരിക്കുന്ന ഭാഗം അകത്തേക്ക് വരും. പക്ഷെ അത് പൂത്തതല്ല, അത് അരിപ്പൊടിയാണ്. ഇനി അത് മടക്കി ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഈസ് വൺ സൈഡ് ഇങ്ങനെ തിരിച്ചിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്റ്റെപ്പായിട്ടാണ് പോകണം. ഈ പൂർണ്ണം കുഴച്ച് ഉരുട്ടിയെടുക്കുന്നത്, പിന്നെന്താ മൈദ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അത് രണ്ടും കൂടി ചേർത്തിട്ട് ബോൾ പിടിക്കുന്ന ഇവിടെ ചുടുന്ന അവിടെ മടക്കി ചൂട് ബോളി ഇങ്ങനെ ട്രേയിലേക്ക് മാറ്റി കഴിഞ്ഞു. മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതിപ്പോൾ എത്ര ഓർഡറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് 1000ഓളം ബോളി ഉണ്ടാക്കി തീർക്കാനുണ്ട്. എപ്പോഴാണ് കൊടുക്കണ്ടേ? വൈകുന്നേരം. ഓക്കെ, പല ഓർഡേഴ്സാണ്, എല്ലാം കൂടി ഒരു 1000ഓളം വരും. ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ പാക്കിംഗ് ആണ്, അതായത് ഇതൊന്ന് തണുത്തിട്ട് മാത്രമേ പാക്ക് ചെയ്യാൻ പറ്റൂ. ഇതിങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു ബോക്സിനകത്ത്, ഈ ഒരു ബോക്സിൽ എത്ര എണ്ണം കയറും? 25 ബോളി വെക്കുന്ന ഒരു ബോക്സാണ്. ഇത്ര സോഫ്റ്റാണ്, അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ബോളി ആണെങ്കിൽ പൊടിഞ്ഞു പോകും. അതാണ് അതിൻ്റെ ഒരു ലക്ഷണം. പക്ഷേ അത്രയ്ക്ക് അതിനകത്ത് പൂർണ്ണമുണ്ടാകും കടലപ്പരിപ്പ്. മൈദയുടെ പ്രസൻസ് വളരെ മിനിമലായിരിക്കും. അതെ, വളരെ കുറവായിരിക്കും. 25 എണ്ണം അതിനകത്ത് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വയ്ക്കുന്നത്. രണ്ടെണ്ണം വെച്ചിട്ട് കവറിങ്, ഏറ്റവും മുകളിലായിട്ട് ന്യൂസ് പേപ്പർ ആൻഡ് ദെൻ ക്ലോസ്. ഇതുപോലെ ഷർട്ടിൻ്റെ പാക്കറ്റ്സ് ഇത് കവേഴ്സ് അല്ലേ, ബോക്സുകൾ മേടിച്ചിട്ട് രണ്ടാക്കും. എണ്ണത്തിനനുസരിച്ചിട്ട് ഇത്. ഓ, അത് ശരി. ഇതിപ്പോൾ 25 എണ്ണം പിന്നടിക്കും. ഓക്കെ, ഗുഡ് ഐഡിയ. ഇതാണ് കടലപ്പരിപ്പിൻ്റെ കറക്റ്റ് വേഗ്. അത് ഒരു സൈഡിൽ നിന്ന് ഊറ്റി വയ്ക്കുന്നു. ഇത് ജസ്റ്റ് വെന്താൽ മതി. ഓക്കെ, ഒന്ന് നമ്മൾ മുക്കാൽ പരുവം നമ്മൾ കൈ കൊണ്ട് വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് പ്രസ് ആവണം, അത്രേ ഉള്ളൂ. ഓവർ കുക്ക്ഡ് ആയി കഴിഞ്ഞാൽ പണിയാണ്. നോക്കിക്കോളൂ എൻ്റെ പാകം. പൊടിഞ്ഞ് വരണം, അതാണ് കണക്കല്ലേ. ഓക്കെ, വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞു. പഞ്ചസാര ഇട്ടു. അളവ് റേഷ്യോ എത്രയാണ് കടലപ്പരിപ്പിന്? 1:1. ഓക്കെ, ഇപ്പോൾ ഒരു 5 കിലോ കടലപ്പരിപ്പ് എക്സ്ട്രാ ഇടാം. ഓക്കെ, അതായത് 5 കിലോ കടലപ്പരിപ്പാണെങ്കിൽ 5 കിലോ പഞ്ചസാര, അതാണൊരു അളവ്. 6 കിലോ പഞ്ചസാര ഇടുമോ? കുറച്ച് കൂടുതൽ. പഞ്ചസാര വെയിറ്റ് അനുസരിച്ചിട്ടല്ലേ? ഓക്കെ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത്, അപ്പോൾ ഇത് ലൂസാകും കുറച്ച്. പഞ്ചസാര അരിയുമ്പോൾ ലൂസാകും. അത് പിന്നെ അരച്ച് കഴിയുമ്പോഴത്തേക്കും ടൈറ്റ് ആയിക്കോളും. കുറച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് തിളയ്ക്കണം. പഞ്ചസാര അതിൽ പിടിക്കണമല്ലോ. അപ്പോൾ ബാക്കി ഇരുന്ന കടലപ്പരിപ്പ് ആദ്യം ഊറ്റി വെച്ച് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. പഞ്ചസാര ഇനി കുറച്ചുകൂടി ഉണ്ട്. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി പഞ്ചസാര പിടിക്കുന്ന പോലെ ബാക്കി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഇത് അലിഞ്ഞ് വരുമ്പോൾ വെള്ളം പോലെ ആകും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കിടന്ന് തിളയ്ക്കണം. പിന്നെ ഒരു വേഗില്ല, കാരണം മധുരം ചേർത്ത് കഴിഞ്ഞാൽ വേഗില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പേടി വേണ്ട, പഞ്ചസാര പിടിച്ചാൽ മതി കടലപ്പരിപ്പിൽ. പിന്നെ കുറച്ച് കേസരി കളർ ചേർക്കോ? ഇല്ല, മറ്റേല് ചേർക്കും. മൈദയിൽ. ഇതിൽ ഏലക്കാപ്പൊടിയും നെയ്യും എല്ലാം കൂടി ചേർക്കും. ജാതിക്ക ആൻഡ് ഏലക്ക ഒന്നിച്ച് പൗഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതാണ് ഇതിൽ ചേർക്കാൻ പോകണം ആവശ്യാനുസരണം. ഇത് ജാതിക്ക പ്ലസ് ഏലക്ക പൗഡർ. അതാണ് നമ്മൾ ബോളി കഴിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ജാതിക്കയുടെ ടേസ്റ്റ് തന്നെ കയറി നിൽക്കുന്നത്. ഫ്ലേവർ ഈസ് ജാതിക്ക മോർ ആൻഡ് ഏലക്ക ലിറ്റിൽ ലെസ് ആണ്. നെയ്യ് ഒഴിക്കാൻ പോകുന്നു. കുറച്ചേറെ നെയ്യ് ഒഴിച്ചു. കുറച്ച് നെയ്യാണ്, നല്ല പ്യുവർ കൗ ഗീയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി കിടന്ന് തിളച്ച് വരും. പഞ്ചസാരയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. കുറച്ച് വാട്ടറി ആയത് കണ്ടോ. 1 മണിക്കൂർ, ഒരു 1 അവർ ഇങ്ങനെ പഞ്ചസാരയിൽ കിടന്ന് തിളയ്ക്കണം, സെറ്റാകണം. അത് കഴിഞ്ഞിട്ടാണ് ഇത് അരയ്ക്കുന്നത്. ചൂടോടുകൂടി അരയ്ക്കും. ഇത് ലൂസായി. ഇത് ലൂസായി, അതുകൊണ്ട് ഇനി എനിക്ക് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം, കുഴപ്പമില്ല. പഞ്ചസാര ഇങ്ങനെ കട്ടിയിലിരിക്കുമ്പോൾ പാടാണ്. പിന്നെ 1 അവർ ടൈം ഉണ്ട് ഇതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാച്ച. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഈ ഒരു ബോളിയുടെ ആദ്യത്തെ സ്റ്റേജാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ അത് കാണാം. അപ്പോൾ 4ാമത്തെ തലമുറയിലെ ശൃംഗേഷിത എത്തിയിരിക്കുകയാണ്. അരിപ്പൊടി ഒരു ബോൾ എടുക്കുന്നു. ശൃംഗേഷ് ഏത് ക്ലാസ് ആയിരുന്നു? 9th. ഓക്കെ, ലൈറ്റ് റോളിങ്.
തിരിച്ചിടുന്നു. യെസ് യെസ്, റെഡിയായി, ഏകദേശമൊക്കെ സെറ്റാണ്. ചെറുതിലെ വന്നിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുമല്ലോ. കുഞ്ഞിലെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നല്ലേ? എറണാകുളത്തായിരുന്നു, 6ാം ക്ലാസ്സിൽ എനിക്ക് കൊണ്ടുവന്നത്. ഓ അത് ശരി, ഓക്കെ. അപ്പം 2-3 വർഷം ആയിട്ടുള്ളൂ ഈ ഇത് കണ്ടു. ഓ വന്ന് കാണുന്നത്. ആ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ പറയൂ, വേണ്ട ശൃംഗേഷ് നന്നായിട്ട് ബോളി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെ നോക്കി, ഇതാണ് സ്പാറ്റുലയായിട്ട് യൂസ് ചെയ്യുന്നത്. പൊട്ടിയാലും കുഴപ്പമില്ല, ആ ഒരു തിന്നായിട്ടുള്ള ഇവർക്കതാണ് കംഫർട്ടബിൾ. ഓക്കെ, ഇത് മുളയാണേ. മുള ഇങ്ങനെ വളരെ തിന്നായിട്ട് കട്ടി കുറച്ച് ചെയ്ത ഒരു കാര്യമാണ്. ഇത് വെച്ചിട്ടാണ് തിരിച്ചിടുന്നതും എങ്ങോട്ടാണെങ്കിലും, കല്ലിലാണെങ്കിലും പരത്തുന്ന സ്ഥലത്താണെങ്കിലും ഫ്ലിപ്പ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. 25 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? മോഹനകുമാരി. 25 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രയും എക്സ്പേർട്ടായി കഴിഞ്ഞു. അടുത്ത സീനിയർ ഇദ്ദേഹമാണ്. അതിപ്പോൾ എത്ര വർഷമായി? 24, 1 year ഡിഫറൻസേ ഉള്ളൂ. പേരെന്തായിരുന്നു? ഇന്ദിര. ഓക്കെ. ഇന്ദിര. അപ്പോൾ ഇങ്ങനെയാണ് ഇവരെല്ലാവരും തന്നെ വൈഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ പുതിയൊരാൾ വന്ന് ട്രെയിൻഡ് ആവണമെങ്കിൽ 1.5 വർഷം എടുക്കുന്നതാണ് പറയുന്നത്. എല്ലാം പഠിച്ചു വരാൻ. ഈ പരത്തുന്നത് തന്നെ ഒരു വലിയൊരു പ്രാക്ടീസ് ആവശ്യമുള്ള കാര്യമാണ്. എല്ലാം ഏത് സ്റ്റേജ് ആണെങ്കിലും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇറ്റ് ഹാസ് എന്താ പറയുക, കുറച്ച് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. പഠിച്ച് വരണം, അതാണ്. പക്ഷേ ഇവരെല്ലാം എക്സ്പേർട്സാണ്, ഫാസ്റ്റായിട്ട്. ഇനി ബോളിക്ക് വേണ്ട മാവ് കുഴയ്ക്കുവാണേ. അതായത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് പെർമിറ്റഡ് ഫുഡ് കളർ, യെല്ലോ കളർ ചേർക്കും. മൈദ മാവ് ചേർക്കും. ഇനി നന്നായിട്ടൊന്ന് കുഴയ്ക്കും. വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. ഒരുപാട് ടൈറ്റ് ആക്കില്ലല്ലോ അല്ലേ? സെമി. ആ ഇപ്പം ഏകദേശം ഇങ്ങനെ ഒരുപാട് ടൈറ്റ് അല്ലാണ്ട് ഒരു മാവ് കുഴച്ചെടുക്കണം. അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കും ധാരാളമായിട്ട്. ഈ ഒരു പാകത്തിനാണ് ഇങ്ങനെ വലിഞ്ഞിരിക്കുന്ന പോലെ, അത് ഇങ്ങനെ ഈ ഒരു പാകത്തിനാണ് കുഴച്ചെടുക്കുന്നത്. ഇനിയാണ് അതിൻ്റെ മാജിക്, നല്ലെണ്ണ. ധാരാളമായിട്ട് നല്ലെണ്ണ ഒഴിക്കും. നല്ലെണ്ണ മീൻസ് എള്ളിൻ്റെ എണ്ണയാണ്, ഹെൽത്തിയാണ്. ഈ നല്ലെണ്ണയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കണം മാവ്. ഒരു 1 മുതൽ 2 മണിക്കൂർ. ഇത് പോകെ അത് കുറച്ചുകൂടി 1.5 മണിക്കൂർ മിനിമം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇരിക്കുന്നതോറും അത് കുറച്ചുകൂടി സോഫ്റ്റ് ആൻഡ് എന്താ പറയുക, നല്ല വലിഞ്ഞ് വരുന്ന പോലെയാകും. ഭയങ്കര നമുക്ക് കയ്യിൽ വെച്ചിങ്ങനെ അമ്മാനമാടാം അല്ലേ? ഏത് രീതിയിലേക്ക് വേണമെങ്കിലും ഷേപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആൻഡ് ഇലാസ്റ്റിക്കായിട്ട് മാറും. അതൊന്ന് കുഴയ്ക്കുന്നു. എന്നിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തി എണ്ണ ഇത് മുങ്ങി കിടക്കുന്ന പോലെ ആക്കി വെക്കും. ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് സോ ദാറ്റ് ആ എണ്ണ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. എണ്ണ അതിനകത്തേക്ക് ഇറങ്ങി ഇതിനെ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മുങ്ങി കിടക്കുന്ന പോലെ ഓയിലിൽ ഈ രീതിയിലാണ് വെക്കുന്നത്. സോ കാണാമല്ലോ, ഇത് മാവ് താഴെ പോയി എണ്ണ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു മിനിമം 1.5 hours, പിന്നെ 2 hours 3 hours ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ നല്ല കയ്യിൽ വെച്ചാൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനൊക്കെ എളുപ്പമായി. ഇതിപ്പോൾ സെക്കൻഡ് സെഷനാണ്. രാവിലെ ചെയ്തതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അല്ലാതെ അടുത്ത സെക്ഷന് വേണ്ടിയിട്ട് കുഴച്ച് വയ്ക്കുന്നു. നന്നായിട്ട് ഏകദേശം 1 മണിക്കൂറോളം കിടന്ന് തിളയ്ക്കുമായിരുന്നു. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ അതേ നോക്കിക്കോളൂ, കോരി എടുക്കുന്നു, നേരെ ഗ്രൈൻഡറിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ കുറച്ചൊരു വാട്ടറി പോലെ തോന്നും, പക്ഷെ അരഞ്ഞ് വരുമ്പോൾ നല്ല ടൈറ്റായിട്ട് കിട്ടും. ഇത് പഞ്ചസാര വെള്ളമാണ് അല്ലേ? യെസ്. ഗ്രൈൻഡർ പണി തുടങ്ങി. ഗ്രൈൻഡർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൈൻഡറാണ്, ബോട്ട്സ് കൂടിയ ഗ്രൈൻഡർ. ഇങ്ങനെ 1/2 മണിക്കൂർ കൊണ്ട് അരച്ചെടുത്ത ആ ഒരു പൂർണ്ണമാണ്. അതായത് കടലപ്പരിപ്പും പഞ്ചസാര, ജാതിക്കാപ്പൊടി, ഏലക്കാപ്പൊടി, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന പാകം, അതാണ് അരയ്ക്കുമ്പോൾ കിട്ടുന്നത്. ബോളിയുടെ 1/4 ഭാഗം ടേസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനി ഈ ഒരു പൂർണ്ണമാണ് മൈദ കോട്ടിങ്ങോടുകൂടി ബോളിയുടെ അടുത്ത സ്റ്റേജ്. ബോളികൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഫ്രഷ് ബോളി ടേസ്റ്റ് ചെയ്യാൻ. താങ്ക് യു. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും സോഫ്റ്റ്. അടിപൊളി. അയ്യോ, ടു ഗുഡ്. നല്ല നെയ്യുടെ ടേസ്റ്റും. ഇത് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഡിമാൻഡ്. ട്രിവാൻഡ്രത്തു നിന്ന് എല്ലാ ആൾക്കാരും ഓർഡർ കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇവർക്ക് സമയമില്ല ചെയ്യാൻ, അത്ര ഉള്ളൂ. ഇവിടെ ചെയ്ത് കിട്ടിയ വലിയ ഭാഗ്യമാണ്. ഇതിലേക്ക് പാൽപ്പായസം ഒഴിച്ച് കഴിക്കുന്ന സീനൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഓരോ ബോളിക്ക് പിന്നിലും ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവരെല്ലാം
അൺസങ് ഹീറോസ് ഒക്കെ പറയുന്നില്ല, അറിയുന്നില്ല, അറിയപ്പെടുന്ന ആൾക്കാരുമില്ല. പക്ഷേ എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ് നന്നായിട്ട് ചെയ്യുന്നു. ഇവർ രാവിലെ 8 മണിക്ക് തുടങ്ങും അല്ലേ, 8-8:30 ഈവനിങ് വരെ സമയം, അതായത് ജോലി ഉള്ളതുപോലെ. അങ്ങനെ ഞാൻ മനസ്സിലാക്കാം. ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. ഇവിടുത്തെ അമ്മയെ നമ്മൾ വന്നപ്പോൾ കണ്ടു. അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. നമ്മുടെ ഇതെല്ലാം അതെ, ജീവിതം മുഴുവൻ എക്സ്പീരിയൻസ് ആണ്. എത്ര വർഷമായി അല്ലേ, മോർ ദാൻ എത്ര വർഷത്തെ അമ്മ? ഒരു 75. അമ്മ കല്യാണം കഴിച്ച് വന്ന സമയം തൊട്ട് ഇതിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, പോയിട്ട് വരട്ടെ. സന്തോഷം. താങ്ക് യു. ശരി. ഇവിടെ പഴയ കിണറുണ്ട്, നല്ല ശുദ്ധമായ വെള്ളം. ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഇവിടെ ഉള്ള സ്റ്റാഫ്. അപ്പോൾ നേരത്തെ പറഞ്ഞേ. ഓക്കെ പറഞ്ഞു, മനസ്സിലായി. ഫ്രണ്ടാണ്. ഓക്കെ കെട്ടിച്ചു വിട്ടു. ഓക്കെ, മോൻ്റെ അമ്മ, മോൻ്റെ അമ്മ, അതായത് സിസ്റ്ററാണ് അമ്മയുടെ മോള്. ഇതൊരു ഫ്രണ്ടാണ്. ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. അതെ, അത് ഫ്രണ്ടാണ്. സന്തോഷം. സുമംഗലികൾക്ക് തരുന്നതാണ്. ഓക്കെ, സുമംഗലികൾക്ക് തരുന്നതാണ്. ഓക്കെ, കുപ്പിവള എല്ലാം കൂടി വരുന്നത്. ഇതുണ്ടല്ലേ കുറച്ച്. അപ്പോൾ വളരെ സന്തോഷം. ഉടുപ്പിയിൽ നിന്ന് വന്ന അപ്പൂപ്പൻ്റെ ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഏറ്റവും പോറ്റി അദ്ദേഹം, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷൻ അദ്ദേഹം, പിന്നെ അത് കഴിഞ്ഞ മകൻ, പിന്നെ മകൻ 4ാമത്തെ ആള്. ഓ, സന്തോഷമായി. നോക്കിയേ, ഓരോ ഫ്ലവറും, അതായത് ഓരോ വർക്കും ഓരോ പാമ്പിൻ്റെ. ഓക്കെ, പിന്നെ പൂക്കൾ ഓരോന്നും ഡിഫറെൻ്റ് ആണ് അല്ലേ, പലതും പല ഡിസൈനാണ്, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ഇത് പത്മനാഭപുരം പാലസിൽ ഏതാണ്ട് ഇതേ ഡിസൈൻസ് ആണ് അല്ലേ? അപ്പൊ എനിക്ക് അതേ ശില്പിയൊക്കെ ആയിരിക്കുമല്ലേ ഇതുമൊക്കെ ചെയ്തത് ആ കാലഘട്ടത്തിൽ, തലമുറ വിലയ്ക്ക് വാങ്ങിച്ചത്. അതെ, മനസ്സിലായി. ഈ തട്ടുമുറം ഒക്കെ ഉണ്ടല്ലേ മേളിലേക്ക് പോകാനായിട്ട്? നമ്മുടെ സ്റ്റേയിങ് ആണോ അതോ അല്ലാണ്ട് ഹോള് പോലെ ഇട്ടേക്കോ? ഓ, അത് ശരി. ഗോവേണി ഉണ്ട് മേളിലേക്ക്. കയറി തൂങ്ങി കയറാം. അമ്മ, ഞാൻ സർക്കസ് സപ്പോർട്ടിനാണ് ഇങ്ങനെ കയറ് വെച്ച്. പണ്ടത്തെ കാലത്തെ രീതിയാണ് ഇതെല്ലാം. മച്ചിൻ്റെ മുകളിലെ റൂം. കയറുന്നതിനെക്കാട്ടി പാടായിരിക്കും ഇറങ്ങാൻ, ഭയങ്കര സ്റ്റീപ്പാണ്. മനസ്സിലായില്ലേ? ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നേ അറിയില്ല അല്ലേ? അങ്ങനെയാണ്, ഒരു സീക്രട്ട് പ്ലേസ് പോലെ യൂസ് ചെയ്യാം. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരുടെ കാലത്തൊക്കെ ശത്രുക്കൾ വരുമ്പോൾ ഒളിച്ചിരിക്കാം. നോക്കി ഉണ്ടോ? ഓ, ഇവിടെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നത് വരുമ്പോ തിരുവിതാംകൂർ രാജ അവരുടെ കുടുംബത്തിലുള്ള ആള് ഇവിടെ വരുമല്ലോ. ഓക്കെ, ഓ, അത് ശരി. എടുത്ത് ഇതാണ് രീതി. ഓക്കെ, ഇത് താഴോട്ട് പോകാം. ഇറങ്ങാൻ കുറച്ചുകൂടെ പാടാം, സ്റ്റീപ്പാണ്. അമ്മ, ഒരാവേശത്തിന് ഞാൻ കയറി, ഇനി ഒരു ആവേശത്തിൽ തന്നെ ഇറങ്ങേണ്ടി വരും. അടിപൊളി. വേട്ടയാറാട്ടം വരുമ്പോ ഇവിടെ നിന്നാണോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്? കൊടുത്തു വിടുന്നത്? അത് ശരി. ഇവിടെ വന്ന് കഴിക്കും. ഈ ആറ്റിലാണ് സ്വാമി ആറാട്ടുന്നത്. ഓക്കെ, അപ്പൊ എല്ലാരും സ്വാമി അവിടെ വെച്ചിട്ട് വാഹനത്തിൽ വെച്ചിട്ട് ഇവിടെ ഒരു കാപ്പിടിക്കാൻ എല്ലാവരും കാപ്പി കൊടുക്കും. അത് ശരി. ഓക്കെ, ഒരു 10-50 വർഷം മുന്നേ കഥയായിരിക്കും അല്ലേ? വർഷം തോറും. രാജാവ് വരുമായിരുന്നു പഴയ. മനസ്സിലായി. ഒരു അതെ, അനന്തരവന്മാരാണല്ലോ അവരാണ്. തിരുവിതാംകൂറിലെ അദ്ദേഹം ജഡ്ജാണ്. ഇപ്പോഴത്തെ ജനറേഷൻ റെപ്രസെന്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അത് ശരി. എല്ലാം കുടുംബക്കാരാണ്. കാര്യം ഇതെല്ലാം പോറ്റി ഫാമിലിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിലും ഇതാണ് പാക്കിംഗ് ബോക്സുകൾ പ്രോസസ് ചെയ്യുന്ന സ്ഥലം. ഓ, അത് ശരി. അതായത് വലിയ ഷർട്ടൊക്കെ വരുന്ന ബോക്സുകളാണ്. അത് കടകളിൽ നിന്നും പ്രൊക്യൂർ ചെയ്തിട്ട് കൊണ്ടുവരും. എന്നിട്ട് അതിനെ ഷേപ്പ് മാറ്റും.
ഇത് അവർ തന്നെ ചെയ്യും. ഇത് സ്റ്റേപ്ലറൊക്കെ വെച്ചിട്ട് 25, 35 അങ്ങനെ അതിൽ 35 കയറും. 25, 10 ആ കണക്കിന് എടുക്കും അല്ലേ? ഇത് 25. ഓക്കെ. 20-ന് 15. ഓ, പല പല സൈസിനാക്കി വെക്കും. അപ്പോൾ അതിനകത്താണ് ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഇത് ഫോൾഡ് ചെയ്ത് വെക്കുന്നത് ബോളി ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അത് കൊള്ളാം. നല്ല എന്തോ നെയ്യുടെ ഒക്കെ കളക്ഷൻ. ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങളെ വാങ്ങുള്ളൂ. ഓ, ഇവിടെയാണ് ഒരു സ്റ്റോറേജ്. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് വാങ്ങി. ഇവിടെ ഇപ്പോൾ എന്താ ഗോപാൽ അല്ലേ, ഗോപാൽ ഡയറിയാണ് വാങ്ങുന്നത്. പിന്നെന്താ പറയുക, പിന്നെ എല്ലാം അത് തന്നെ, എല്ലാം ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി. അച്ചാറിന് അയ്യോ, അച്ചാറിൻ്റെ കാര്യം ഞാൻ മറന്നു. ഓക്കെ, അച്ചാറും കൂടി മേടിച്ചിട്ട് പോകുമ്പോൾ. ഇത് പല പാക്കിംഗ് ആണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ഓരോരുത്തരുടെയും ഓർഡർ അനുസരിച്ചിട്ട് നമ്പേഴ്സ് എഴുതി വെച്ചിരിക്കുകയാണ്. പേരും എഴുതി എത്ര പേർക്കാണ്, എത്ര 25, 50 അങ്ങനെ ബൾക്ക് ഓർഡേഴ്സ് വേറെ, പീസ് ഓർഡേഴ്സ് സെപ്പറേറ്റ്. അതെ, നോക്കിയെടുത്തോളൂ. അങ്ങനെ നമ്മൾ ബോളിപ്പോറ്റിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ വിശദമായിട്ട് ഒരു ഫാമിലി മെമ്പറിനെ പോലെ ആയിരുന്നു ട്രീറ്റ് ചെയ്തത്. നല്ല സന്തോഷമായിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു. ഓക്കെ, പോയിട്ട് ഒരു ഗിഫ്റ്റ് കൂടി തന്നു വിടാണ്. അത് ബോളി. താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളി ബോളി കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. വെയിറ്റ് ഉണ്ട്. താങ്ക് യു. ഉക്കാരയൊക്കെയാണോ? ആ, താങ്ക് യു. എനിക്ക് ഉക്കാര മനസ്സിലാവും, ഞാൻ ഉണ്ടാക്കുന്നത് അറിയാം. പക്ഷെ എല്ലാവർക്കും ഉക്കാരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അവല്, ചമ്പാവ്, അവല്, കടല, ഇതിങ്ങനെ ഓ മനസ്സിലായി. പത്മനാഭപുരം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരും. ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടാണ്, കാരണം അത് ഓൾറെഡി റെക്കോർഡഡ് അനൗൺസ്മെൻ്റ് ആണ്. അവരിങ്ങനെ 2 വീലറിൽ കൊണ്ടുപോകും. കൊള്ളാം അല്ലേ? ചമ്പാ അവലൊന്നും നല്ലത് കിട്ടാനില്ല ശരിക്കും ട്രിവാൻഡ്രത്തിൽ. കുത്തവല്, ആ അത് നല്ലതാണ്. കടല മീൻസ് കപ്പലണ്ടി, നമ്മുടെ പച്ച കപ്പലണ്ടിയാണോ? അതെ അതെ, പുഴുകി കഴിക്കും ഉപ്പിട്ട്. അതിങ്ങനെ പോകുന്നുണ്ടോ? ഒരു മഴ തുറന്ന പോലെ ഉണ്ട്. അവർ പോയി കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തങ്ങോട്ട് പോവാണ്. ഓക്കെ, നല്ല രസമുണ്ട്. ഇതൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കുക അല്ലേ, ഈ അഗ്രഹാരമൊക്കെ ആരും ഇല്ലാതെ. ഇത് 2 എണ്ണം. പക്ഷെ പഴയ നല്ല ഭംഗിയുള്ള ബിൽഡിങ്. അത് പണ്ടത്തെ, അതാണ് ഇരിക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ. ഇതിപ്പോൾ എന്തിനിട്ടിരിക്കുന്നവർ കൊടുക്കാനാ? അല്ല, വാങ്ങിച്ചിട്ടിരിക്കുന്ന ചെമ്പകത്തോപ്പ് ഗ്രാമമായിരുന്നു. ചെമ്പകമരം അതിനെ വെട്ടി മാറ്റിയിട്ട് വീട് വെച്ച് ബ്രാഹ്മണസിന് ദാനം കൊടുത്തത്. ഒരു കാലവും ഈ ഉത്സവം മുടങ്ങരുത്. അപ്പൊ ഇപ്പൊ ഒരാൾ തന്നെ 1-2 വീടേ ഉള്ളൂ ഇവിടെ ഈ ഗ്രാമത്തിൽ. മനസ്സിലായി. ബാക്കി എല്ലാവരും പോയി. അതെ, വിറ്റിട്ട് പോയി കാണും അല്ലേ കുറേ എല്ലാം. ഓയ്യ, താങ്ക് യു. അച്ചാർ ഇവിടുത്തെ അച്ചാറും കൊണ്ടുപോകണം. ശരി, ഓക്കെ, താങ്ക്സ്. ഓക്കെ, നമുക്ക് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഭയങ്കര സന്തോഷം. ഒരു പോസിറ്റീവ് ഡേ ആയിരുന്നു. അമ്പലത്തിലും പോയി, ഇതെല്ലാം ഒരു നല്ല ദൈവികമായ കാര്യങ്ങൾ. അപ്പോൾ തിരിച്ചു പോകാൻ സമയമാകുന്നു, പോയിട്ട് വരാമെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിലേക്ക് വരാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ശരി.